ഈ ഓൺലൈൻ മീഡിയകളുടെ അതിപ്രസരമാണ് ഇപ്പോൾ എല്ലായിടത്തും അല്ലേ? ഒരു ലൈസൻസ് ഇല്ലാതെയുള്ള ഒരു കടന്നു കയറ്റമാണ് ഇപ്പോൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വാർത്തകളിലും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ശ്രീ സലീംകുമാർ മരിച്ച സമയത്ത് ചന്തുവിൻ്റെ ഒരു റിയാക്ഷൻ, അവരോടൊക്കെ ഇടപഴകുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന കേരള മുഖ്യമന്ത്രി അടക്കം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരെയൊക്കെ തള്ളി മാറ്റേണ്ട ഒരു അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ്. അവർക്കൊരു നിയന്ത്രണം വേണം എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ രമ്യക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത്. അപ്പം ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ശരിക്കും ഈ പറഞ്ഞപ്പോൾ സലീം ചേട്ടൻ്റെ അവിടെ നടന്ന ചടങ്ങ് സമയത്ത് കുറേ മീഡിയാസ് ഭയങ്കരമായിട്ട് അവർ ഫാമിലി അവരുടെ ഒരു ഇമോഷണൽ ടൈം അവർ ആലോചിക്കുന്നില്ല എന്താണ് സിറ്റുവേഷൻ എന്ന്. അവർക്ക് വേണ്ടത് കുറേ ഇതെടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, വൈറൽ ചെയ്യുക, കണ്ടന്റ്, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത്, പേഴ്സണലി തോന്നുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നല്ല ലിമിറ്റഡ് ആയിരിക്കണം. കാരണം അവർക്കൊരു ലൈസൻസ് ഉള്ളവർക്കൊക്കെ മാത്രം, അല്ലെങ്കിൽ വളരെ കുറച്ച് മീഡിയയ്ക്ക് മാത്രമേ അനുവാദം കൊടുക്കാവൂ ഇങ്ങനെയുള്ള അവസരങ്ങൾ. പിന്നെ അല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഇവൻറ്റ്സ് ഉണ്ടല്ലോ, ഇനാഗ്രേഷൻ, അത് നമുക്ക് ബാധിക്കുന്നതല്ല. അത് അവർ ഇവൻറ്റ് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് എന്തുവാണ്? മീഡിയ കവറേജാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, കാരണം ജീവിച്ചു പൊയ്ക്കോട്ടെ. കാരണം ഓൺലൈൻ മീഡിയാസ് വഴിയും കുറേ പേര് ജീവിച്ച് പൊയ്ക്കോട്ടെ, അത് നല്ല കാര്യം. പക്ഷേ എൻ്റെ അവിടെ പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഞാൻ വീട്ടിൽ അന്ന് പൊങ്കാല ഇടുന്നു. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ വീട്ടിലിങ്ങനെ ബൈക്ക് മാത്രമേ കയറത്തുള്ളൂ. അപ്പം പ്രതീക്ഷിക്കാതെ ഒരു ജനം ഇങ്ങോട്ട് വരിക. അപ്പം അമ്മ വിചാരിക്കുക, അവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയം അമ്മ പറയാ, എന്നെ പാറു എന്നാട്ടോ വിളിക്കുന്നത്, പാറു കുറെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കണ്ട്, അപ്പൊ പെട്ടെന്ന് മീഡിയ ഇങ്ങനെ കയറി വന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന എല്ലാ മീഡിയാസിനും ഞാൻ കുറ്റം ഇപ്പോഴും പറയില്ല. കാരണം ICG അങ്ങനെ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ ഇവൻ്റ് അല്ല ഓൺലൈൻ മീഡിയാസിനെ എനിക്കും അറിയാം. കാരണം എറണാകുളത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അതിൽ 1-2 മീഡിയാസാണ് നമ്മൾ പോലും അറിയാമല്ലോ. നമ്മൾ ഇപ്പോൾ പൊങ്കാല ഇടുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രകാരിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവരിങ്ങനെ എങ്ങനെ ഫോക്കസ് ചെയ്യും, എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള ചിന്ത നമുക്ക് പോകുന്നില്ല. അപ്പം എനിക്ക് 2 മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ വന്നതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഷൂട്ട് ചെയ്ത് അങ്ങ് വൈറലാക്കാൻ നോക്കിയത്. അതൊന്നും ശരിയല്ല. അത് അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. ഞാൻ അന്നും പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ആലോചിക്കുക. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം ആകരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്കൊരു ലൈഫ് ഉണ്ട്, ഇതൊക്കെ ആലോചിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. അല്ലാതെ ഓൺലൈൻ മീഡിയസിനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആയിരിക്കണം, ഒരു ലിമിറ്റേഷൻ വേണം, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ കൂടെയാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടന്നാൽ അറിയുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ ആയിക്കോട്ടെ, സംതിങ് എന്തെങ്കിലും പ്രോഗ്രാംസ് ആയാലും ഈ പറയുന്ന എല്ലാവരും ഇൻസ്റ്റയിൽ ഓൺലൈൻ മീഡിയാസ് ഇടുന്ന വാർത്തകളാണ് കാണുന്നത്. ഒരു മൂവിയുടെ റിവ്യൂ ആണെങ്കിൽ പോലും. അതുകൊണ്ട് ഇട്ടോട്ടെ, അതൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. പക്ഷെ ആരുടെയും ലൈഫ് കളഞ്ഞുകൊണ്ടാവരുത്, അത്രേ ഉള്ളൂ. മോശം രീതിയിൽ ദുരുപയോഗം ചെയ്യരുത്. അതെ, അത്രേ ഉള്ളൂ. മോശം രീതിയിൽ പോവരുത്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, വീഡിയോ ഇടുമ്പോൾ കമന്റ് ഇടുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയും. അവര് ഈ മീഡിയയിലെ ഈ ഫീൽഡിലേ ഇല്ലാത്തവരാ, വീഡിയോ ഇടുമ്പോൾ കമന്റ്സ് ഇടും. ഞാൻ പറയും, അവരിട്ടോട്ടെ, അവരുടെ കമന്റ്സ് അവരുടെ ടൈം, അത് റിജക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കുറെ ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. എത്ര ചെയ്തിട്ടുണ്ടോ ഇതുവരെ? എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇനോഗ്രേഷൻ ചെയ്ത ചങ്ക്സ് ഇറങ്ങിയ സമയത്താന്ന് തോന്നും എൻ്റെ ആദ്യത്തെ ഇനോഗ്രേഷൻ. ചങ്ക്സിന്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മലപ്പുറത്ത് മൂവി പ്രൊമോഷൻ ഇപ്പുറത്ത് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇനോഗ്രേഷൻ മലപ്പുറത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. സിനിമാ മേഖല മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 3 വന്ന് ഞെട്ടിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിലെ എക്സ്പീരിയൻസസ്? അയ്യോ, അതൊരു വേറൊരു ലോക. എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം പോസിറ്റീവായിട്ട് എനിക്ക് ബാഡ് അടിച്ചിട്ടില്ല ബിഗ് ബോസ്. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിലും നിന്നിട്ടുണ്ടെങ്കിലും അമ്മ അച്ഛൻ അങ്ങനെ എല്ലാവരുമായിട്ടേ നിന്നിട്ടുള്ളൂ. അല്ല മാറി നിന്ന് ശീലം. ഇപ്പൊ ഷൂട്ടിനാണെങ്കിൽ പോലും എനിക്ക് നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ്, എനിക്ക് അങ്ങനെ ഭയങ്കര പ്രൈവസി
ഭയങ്കരമായിട്ട് വേണ്ട ഒരാളാണ്. ഞാനാ ചെയ്ത ബിഗ് ബോസിലോട്ട് എൻട്രി ചെയ്ത്. അപ്പം ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച എനിക്ക് പറ്റില്ല, ഒരാഴ്ചയല്ല ഒരു 1.5 ആഴ്ച എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരുമായിട്ടൊന്ന് സെറ്റായി വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു 10 മൂവി ചെയ്യുന്ന റീച്ച് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ആ റീ എൻട്രി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. എല്ലാവരുടെ ഇടയിലേക്കും രമ്യ കുറച്ചും കൂടെ പുഷ് ചെയ്യപ്പെട്ടത് ആ റീ എൻട്രി ആയിരുന്നു തോന്നുന്നു. ആ സമയത്ത് കോവിഡിന്റെ ടൈമും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ബിഗ് ബോസ് കാണാന്നുള്ളതാണ്. ആ സമയമാകുമ്പോൾ ടിവിയുടെ മുന്നിലിരിക്കുക കാണാന്നുള്ളതായിരുന്നു. ഒരു ഭയങ്കര അടിപൊളി സീസൺ ആയിരുന്നു. അടിപൊളി സീസണുമായിരുന്നു. അവിടെ ലോക്ക്ഡൌൺ ആണെന്ന് നമ്മൾ അറിയുന്നില്ല. പുറത്തിറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ പറയാം, നമ്മളൊക്കെ ഇവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോ മരിച്ചോ ഇല്ലേന്ന് അറിയുമ്പോ നീയൊക്കെ ഇവിടെ കിടന്ന് അടിയാണ്. കാരണം അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാ നമ്മൾ അറിയുന്നത്. മാത്രമല്ല ഇടയ്ക്കൊരു ഡൗട്ട് അടിച്ചു. കാരണം എൻ്റെ ചേച്ചി മുംബൈന്നാ എൻ്റെ കോസ്റ്റ്യൂം എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സ്റ്റക്കായപ്പോ എനിക്ക് എവിടെയോ ഒരു പന്തികേട് തോന്നി. ഞാൻ നോബി ചേട്ടന് ചോദിക്കും, പുറത്തിന് എന്തെങ്കിലും ഇഷ്യൂസ്? ഞാൻ പറയാം ഉണ്ടാവില്ല. പക്ഷെ നമുക്കതൊന്നും പോകുന്നില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊന്ന് അന്ന് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ടൈമാണ്. നമ്മൾ ഭയങ്കര ടെൻഷനായി. കാരണം നമ്മളെല്ലാവരെയും വിളിക്കുക, ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും. ആർക്ക് എന്ത് പറ്റി നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. വേറൊരു ലോകത്തുനിന്ന് പുറത്ത് വന്നപ്പോൾ അതിലും ഭീകരമായ അവസ്ഥ. അങ്ങനെ കിട്ടിയ നമ്മുടെ സീസണിൽ മാത്രമേ ഉള്ളൂ. ഇത് ബിഗ് ബോസ് വന്ന് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം കരിയറിലും ലൈഫിലും എങ്ങനെ എന്ത് ചേഞ്ച് ഉണ്ടായിരുന്നത്? എനിക്ക് ശരിക്കും ഞാൻ ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പം നമ്മൾ വീണ്ടും വീട്ടിനുള്ളിലാണ്. അപ്പോഴൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ കോഴ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു വോയിസ് കേട്ടാൽ മതി. ഇനിയിപ്പോൾ മാസ്ക് വെച്ചിരുന്നാലും എൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ഒന്ന് ചോദിക്കും, രമ്യയാണോ? ഞാനത് സൗണ്ട് കേട്ടിട്ടാണോ മനസ്സിൽ. നമ്മൾ ബിഗ് ബോസിന് ഭയങ്കര ഫാനായിരുന്നു ഇങ്ങനെയൊക്കെ പറയും. അതൊരു വലിയൊരു റീച്ചായിരുന്നു. എനിക്ക് പിന്നെ മനസ്സിലായി സത്യമായിട്ടും ബിഗ് ബോസ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണെന്നറിയാം. പക്ഷെ ഇത്രയും റീച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയില്ല. ഇത്രയും വർഷം സീസൺ ഇപ്പോൾ 6 ആയ. എനിക്ക് തോന്നുന്നു 7 ആണ് നടക്കാൻ പോകുന്നത്. 8 സീസൺ 3 ഉണ്ടായിരുന്നതാ. പക്ഷെ ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുറത്ത് അമ്മമാരോ ചേച്ചിമാരോ ആരായിരുന്നാലും ബിഗ് ബോസിലെ രമ്യയല്ലേ ഇപ്പോഴും അങ്ങനെയാണ് ചോദിക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ആയിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മ ചേച്ചിയൊക്കെ പറയും, നീ ഇപ്പോഴും ഒന്നും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ്. അടിപൊളി. ഈ ആക്ടറാണ്, ഡാൻസറാണ്, അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? ഞാൻ മോഡലാണ്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോ സ്റ്റോപ്പറായിട്ട് മോഡൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോബീസ് പാട്ട് പാടും. നന്നായി ഈ വോയിസ് വെച്ചിട്ട് പാട്ട് പാടും. അത് എന്നെ ഒന്ന് കളിയാക്കിയത്. പാട്ട് പാടിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരേ ഒരു സ്ഥലത്ത്, ബിഗ് ബോസിൽ. ജയിലിൽ കിടക്കാതിരിക്കാൻ പാടിയതാ. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും, നമ്മളറിയില്ല. ഇങ്ങനെ ടപ്പേന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് മാറി മാറി ചെയ്യണം. അതെന്തായിരുന്നു, ടാലന്റ് ഷോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഒരു ഡാൻസ് കളിച്ചു. അതല്ല എനിക്ക് അറിയാന്നുള്ളു. പെട്ടെന്ന് ലൈറ്റ് മാറിയപ്പോ രക്ഷപ്പെടാൻ പറ്റി, ഞാൻ പാട്ട് പാടി. ജീവിതത്തിൽ അയ്യോ എനിക്കറിയില്ല, ഓർമ്മയില്ല. ഏതോ ഒരു ലാലേട്ടന്റെ സോങ് അറിയപ്പോഴും അത് വേണമെങ്കിൽ നോബിച്ചേട്ട ഇപ്പുറത്ത് വേണം. എന്നെ ട്രോളണം, ഫുൾ ട്രോൾ എവിടെ പോയാലും. കാരണം നമ്മൾ ഒരുപാട് ഷോസ് ചെയ്തു കേട്ടോ, ഒന്നിച്ച് ചെയ്തു. ഇപ്പോൾ US ലാലേട്ടൻ്റെ ഷോയിലും നോബിച്ചേട്ടൻ ഉണ്ടായിരുന്നു. എവിടെ പോയാലും ബിഗ് ബോസിലെ കഥയായിരിക്കും ആദ്യം പറയാ. അത് വേണ്ട, ഞാൻ അവിടെ മാത്രമേ പാടൂ. പിന്നെ ഒരു പാട്ട് എന്തൊക്കെയാണ് ഫ്യൂച്ചർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ്, വരാനുള്ള പ്രൊജക്ട്സ്? ഇനിയിപ്പോൾ ജൂലൈ 24 MA നിഷാദ് സാർ ഡയറക്റ്റ് ചെയ്ത ലർക്ക് എന്ന് പറയുന്ന മൂവി റിലീസാകാൻ പോവാണ്. അതിൽ അജിത് ചേട്ടനുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുണ്ട്, ഷൈചേട്ടനുണ്ട്, ബിജു സോപാനം, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രശാന്ത് അലക്സാണ്ടർ, രണ്ട് പ്രശാന്തും ഉണ്ട്. പ്രശാന്ത് മുരളി ഉണ്ട്, പ്രശാന്ത് ഏട്ടുണ്ട്, പിന്നെ അനുമോൾ ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ചെറിയ മൂവി, നല്ല മൂവിയാണ്. കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ 3 മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
സ്റ്റാർട്ടിങ് ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ ഷൂട്ടുണ്ട്, നൈസ് നൈസ്. പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഷോസ് ഉണ്ട്. അപ്പോൾ ഷോയുടെ ഡേറ്റും കൂടെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഷോസ് ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പം എന്തായാലും നല്ല നല്ല വർക്കുകൾ വരട്ടെ, കുറേ പ്രൊജക്റ്റുകൾ ഇനിയും കമ്മിറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മളെപ്പോഴും എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കൂ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതുപോലെ തന്നെ തിരിച്ചും ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ. ഋഷിയും ഞാനും കണ്ടിട്ടുണ്ട് മൂവിയിലൊക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.